അത് ആ ഡയറക്ടറോടുള്ള വിശ്വാസമാണ്, ഡയറക്ടർക്ക് എന്നോടുള്ള വിശ്വാസം. അങ്ങനെ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. പല സിനിമകളിൽ സമയമില്ല നമുക്ക്, അങ്ങനെയൊന്നും പ്രിപ്പയർ ചെയ്യാൻ മലയാള സിനിമയിൽ ബഡ്ജറ്റും ഇല്ല, സമയവും ഇല്ല. ഒരുപാട് പണ്ടൊക്കെ ഞാൻ അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ മോക്കറി ആയിട്ടൊക്കെ ആയിരിക്കും. ഇങ്ങനെ സീൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവളോട് പറപടി എന്നെ കുത്താതായിട്ട് പറയും. അപ്പോൾ നീ സീൻ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ജയറാമിൻ്റെ സജഷനിൽ ഞാനോട് പറഞ്ഞുകൊണ്ടിരിക്കാം. ഹായ് മാം. ഹായ് പാർവതി. ഹായ്. ഇപ്പോൾ ആദ്യം തന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഒന്നും അങ്ങനെ ആലോചിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൽ എനിക്ക് മാമിൻ്റെ ഒരുമാതിരി എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലത്തെ ഒരു സീൻ അല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു കട്ടിലിരുന്ന് മുഖത്തോട്ട് നോക്കുന്നില്ല, പാർവതീൻ്റെ മുഖത്തോട്ട് നോക്കുന്നില്ല. പക്ഷേ മാം ചോദിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഒരു നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫും ആ സിനിമയിൽ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ചോദിക്കുമ്പോഴും മാമിൻ്റെ മനസ്സിലത് തെറ്റാവണേ, അവൾ കള്ളം പറയണേ, ഡയലോഗ് വൈസ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സീൻ വൈസ് നോക്കുവാണെങ്കിൽ അവളെ കണ്ടുപിടിക്കാനുള്ള ആണ്. പക്ഷെ എവിടെയൊക്കെ നമ്മൾ മാമിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ആ ഒരു ഹോപ്പാണ് വരുന്നത്, അവള് ചെയ്തിട്ടുണ്ടാവല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സീൻ ഓരോ തവണ നമ്മൾ കാണുമ്പോഴും ഓരോ വേറെ മീനിങ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ മാമിൻ്റെ ഒരു മൈൻഡ് സെറ്റിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ മാം അത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മാം ആലോചിക്കുന്നത് ആ സമയത്ത്? ഫുൾ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലുണ്ടാവണോ? ടെക്നിക്കൽ കാര്യങ്ങൾ വലുതായിട്ട് എന്നെ ഒരിക്കലും ആ ഷോർട്ട്സ് നമ്മൾ ഒട്ടും ചിന്തിക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ 2 ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ സജഷനിൽ ഇരിക്കുകയാണെങ്കിൽ അവരെ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെയോ ഉണ്ടാവും. ആർട്ടിസ്റ്റ് ഇറങ്ങിപ്പോയിട്ട് കഥാപാത്രം മാത്രം അവിടെ നിൽക്കാൻ പറ്റില്ല ഒരിക്കലും. അതൊരു റിയൽ ആർട്ടിസ്റ്റിന് ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള അവരുടെ റിയാക്ഷനും അതിനനുസരിച്ചിട്ടുള്ള സംഗതികൾ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ വളരെ ഇൻവോൾവ് ആയിട്ട് നമുക്ക് ഒരു പച്ചയായ ജീവിതത്തിലുള്ള സീനാണെന്ന് തോന്നുന്നതിനകത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഇമോട്ട് ചെയ്ത് വരും. ഞാനാണ് സ്ത്രീ ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നൊരു സംഗതി വരുമല്ലോ. ആ തോട്ടിൽ നിന്ന് വരുന്ന നാച്ചുറൽ റിയാക്ഷൻ എന്താണോ അത് തന്നെയാണ് ആ സീനിൻ്റെ റിയാക്ഷൻ. അത് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ശ്രമവും നടത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ആ സ്ത്രീ ആയിരുന്നെങ്കിൽ, ഈ ഒരു വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കഥാപാത്രത്തിന് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പം അവൾ എൻ്റെ മുമ്പിൽ എല്ലാം സ്നേഹമായിട്ട് പെരുമാറുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന പറയുമോ എന്നൊക്കെ നമ്മൾ തോന്നലുണ്ടല്ലോ. ആ തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടായാൽ മതി എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, പക്ഷേ ഈ സിനിമ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ സമയത്തും നമുക്ക് തോന്നും ഇവർ ചെയ്തേക്കുന്നത് തെറ്റാണ്, ഇത് ആരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, നമ്മൾ വേറെ സൊസൈറ്റിയിൽ നിന്ന് ഒരിക്കലും സമ്മതിക്കാത്ത കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്തേക്കുന്നത്. പക്ഷെ ആ സമയത്തും നമ്മളും അവരുടെ കൂടെയാണ്. ഞാനാണെങ്കിലും ഇത് തന്നെ ചെയ്തേനെ. അത് എത്രത്തോളം റൈറ്റിങ്ങിൻ്റെയാണ്, എത്രത്തോളം നിങ്ങൾ രണ്ടുപേർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് റൈറ്റിങ്ങിൽ തന്നെ വരുന്ന ഒരു കാര്യമാണോ? ഇല്ല, ഇത് നിങ്ങളിപ്പം ഒരു പക്ക ഒരു ന്യൂ ഫേസിനെ വെച്ച് 2 പുതുമുഖങ്ങളെ വെച്ച് ചെയ്തിരുന്നെങ്കിലും ഈ സ്ക്രിപ്റ്റ് വളരെ സ്ട്രോങ് ആണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആർട്ടിസ്റ്റിൽ നിന്ന് ഒരല്പം കിട്ടിയാൽ നിങ്ങൾക്കത് വലിയ അറിയൂ. ഇത്രയും സ്ട്രോങ് ഒരു സ്ക്രിപ്റ്റിൽ അവർ പിടിച്ചു നിന്ന് കേട്ടോ എന്ന് പറയും. അതിനേക്കാൾ റിസ്ക്കാണ് ഞങ്ങൾ ചെയ്യുമ്പോൾ. ഞങ്ങൾ നിങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ആർട്ടിസ്റ്റല്ലേ. അപ്പം ഞങ്ങളത് അതിൻ്റെ മേളിൽ നിന്നെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഭാരം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകും. കാരണം നിങ്ങൾ ഞങ്ങളുടെ തലയിൽ വെച്ച് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. അപ്പം വിശക്കുന്നതിൻ്റെ മുമ്പിൽ ആവോളം ഭക്ഷണം വെച്ചിട്ട് എത്ര കഴിച്ച് തീർക്കാം എന്നുള്ളൊരു കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത്. പ്രായത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ആരോഗ്യത്തിനനുസരിച്ചോ ഇറ്റ് മേ ഡിഫർ, പക്ഷേ വി ഹാവ് ടു ഇത്രയെങ്കിലും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതൊരു വലിയ ചാലഞ്ച് തന്നെയായിരുന്നു. അല്ല, പക്ഷേ ഈ സിനിമ കാണുമ്പോൾ തന്നെ വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രോപ്പറായിട്ട് ഫാനിലിരുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്തൊരു വീടാണത് അല്ലേ, നമ്മുടെ ഈ മറ്റേ മഴ നനഞ്ഞിട്ട് നമ്മൾ തോർത്താണ്ട് ഇങ്ങനെ ഇരുന്ന് കാണുന്ന പോലെ ഉണ്ട് ആ സിനിമ. നല്ല സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. അഭിനയിക്കുമ്പോൾ ഉള്ളത് എല്ലാ ബുദ്ധിമുട്ടും നിങ്ങൾ ഫീൽ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അങ്ങനത്തെ ഒരു സിനിമ മെൻ്റലി മാത്രമല്ല ഫിസിക്കലി കൂടെ ഇത്രയും നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഒരു മഴയും എങ്ങനെയായിരിക്കും ആ ഒരു സമയം? അതെന്താ അറിയോ, ഇപ്പം ചോദിച്ച ചോദ്യം വളരെ പെർഫെക്റ്റാണ്. കാര്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മാനസികമായിട്ട് പ്രശ്നമായി. പേഴ്സണലി എന്തൊക്കെയോ എനിക്ക് ശരിയാവുന്നില്ല. അതെല്ലാം നമ്മുടെ ഫിസിക്കൽ പ്രശ്നങ്ങളാണ് എന്നുള്ളത് നമുക്ക് മറക്കുന്നു. കാരണം
നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ പെർഫോം ചെയ്യാൻ ഒരുപാട് സ്കോപ്പുള്ള ഒരു സിനിമ ചെയ്യുകയാണ്. ഞങ്ങൾ എൻജോയ് ചെയ്യുകയാണ്. ഞങ്ങൾ തമ്മിൽ ഈഗോ ക്ലാഷ് ഒന്നുമില്ല. ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലില്ല. ഞങ്ങൾ ആ ഫുഡ് ഷെയർ ചെയ്യുന്നു, അത് പറയുന്നു, ഇഷ്ടംപോലെ നുണയും കൊതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ ഫീലില്ല. ബട്ട് എന്തോ സംതിങ് റോങ് സംവെയർ. അത് ഞാൻ ഡയറക്ടറോട് കൺവേ ചെയ്തു. എന്നാൽ നിങ്ങളുടെ വിശ്വാസം വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. എന്നിട്ട് ഒരു പള്ളിയിലച്ഛനെ കൊണ്ടുവന്ന് വെഞ്ചരിപ്പിച്ചു അവിടെ. അങ്ങനെ കാരണം അതിനകത്തൊരു നെഗറ്റീവ്, കാരണം ഭയങ്കരമായ മാനസിക സംഘർഷത്തോടെ നിൽക്കുന്ന ഒരു വീട്ടിലുണ്ടാകേണ്ട നെഗറ്റീവ്. കാരണം ഒരു ശ്വാസം മുട്ടലിൽ നിൽക്കുന്ന ഒരു ഇവരൊക്കെ എനിക്കൊരു ഡോമിനേഷൻ ഉണ്ട്. എൻ്റെ വീട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എൻ്റെ ഒരു ഡോമിനേഷൻ ഉണ്ട്. ഞാൻ പറയുന്നിടത്ത് എല്ലാ കാര്യങ്ങളും അതുവരെ നടന്നു പോയിരിക്കുന്നു. അപ്പം ഇവളും നടത്തും എന്നാണ് വിശ്വാസത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഡോമിനേഷൻ ഉണ്ട്. ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് എൻ്റെ കൈവിട്ട് പോകുന്നു എന്നൊരു തോന്നലാണ് പിന്നെ ഒരു താഴേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു ശ്വാസം മുട്ടൽ നമ്മുടെ ആ സിങ് സൗണ്ടിൽ എനിക്ക് ഉള്ള പാർവതിയുടെ ആ ഒരു ബ്രത്ത് ഉണ്ടല്ലോ, ആ ഒരു സംഗതികളൊക്കെ ഒന്ന് നെഗറ്റീവ് ഷെയ്ഡായിട്ടേ വരൂ പുറത്ത്. പല ക്യാരക്ടേഴ്സും പിന്നെ നിങ്ങൾക്കറിയാം, അതിൻ്റെ കഥാ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. അതെല്ലാം കൂടെ വരുമ്പോൾ എന്നിട്ട് തൊട്ടപ്പുറത്ത് ചക്കുളത്തെ ദേവിയുടെ അവിടെ പോയി പൂജിച്ച് തീർത്ഥം വാങ്ങിച്ച് അതൊക്കെ കൊണ്ടുവന്ന് അവിടെ തളിച്ചു. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ഹാപ്പൻഡ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ യഥാർത്ഥ സംഭവം. ഡയറക്ടറുടെ ലൈഫിലുണ്ടായ ഒരു സംഗതിയാണ്. അപ്പോഴും അതൊരു നെഗറ്റീവ് കണക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് വരികയാണ്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പല വെള്ളപ്പൊക്കത്തിലും അവിടെ നടന്നിട്ടുള്ള ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് അവിടെ ജോലി ചെയ്തിരുന്ന ഒരാൾ പറയുകയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഓർമ്മയില്ലേ? അതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡു സംതിങ് ഫോർ ദാറ്റ്. കാരണം ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയുന്നത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യും ചില സ്ഥലത്ത്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ചില റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത പോലെ ഫീൽ ചെയ്യും. ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നമുക്ക് ഇരിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും തോന്നും. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ് ആണെങ്കിൽ പോലും ഈവൻ സം വൈബ്രേഷൻ. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യിച്ചു. ക്രിസ്റ്റോ വളരെ കാര്യമായിട്ട് അത് ചെയ്തു. ആലോചിച്ച് കുറേ നാളുകൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന വീടല്ലേ, ഇപ്പോൾ ആരും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ആരുടെയും ഹെൽത്ത് ഇഷ്യൂ ആവണ്ട പിന്നെ അത് ചെയ്യിച്ചു. ആ റൂമിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു വിശാലമായ ലോകത്ത് നമ്മൾ എത്തിപ്പെട്ടു. ഈ ചെവിയിൽ നിന്നൊക്കെ ഒരു ചൂട് കാറ്റിങ്ങനെ പറക്കുന്ന പോലെ തോന്നുന്നു. സത്യം, ഞാൻ ഹരിദ്വാറിൽ പോയി ഗംഗയിൽ മുങ്ങിയിട്ട് മേപ്പോട്ട് വരുമ്പം എൻ്റെ ചെവിയിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ചൂട് കാറ്റ് പുറത്തോട്ട് പോകുന്നു. അത് ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഉഷ്ണം മുഴുവൻ മുങ്ങി കുളിച്ച് ശീലമില്ലല്ലോ നമുക്ക്, അതുകൊണ്ട് വന്നായിരിക്കാം. പക്ഷെ നമുക്ക് തോന്നുന്നത് ഒരു 3 പ്രാവശ്യം മുങ്ങിയപ്പോൾ എനിക്ക് തോന്നി എന്തിനാ ഇപ്പോൾ നാട്ടിലോട്ട് പോകുന്നേ, ഇവിടെ അങ്ങ് നിന്നാൽ പോരെന്ന് തോന്നി. ഞാൻ ആ ഡിസിഷൻ എടുത്തു. എൻ്റെ കൂടെയുള്ള സ്റ്റാഫൊക്കെ പേടിച്ചിട്ട് ഒരാഴ്ചയായി പിന്നെ ഞാൻ ഇവിടുന്ന് തിരിച്ചു വരാൻ. സോ നമ്മുടെ ചില സമയത്തുള്ള നമ്മുടെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ എൻ്റെ സ്റ്റാഫുകൾ പലരും, പേഴ്സണൽ സ്റ്റാഫുകൾ വന്നവർ പലരും വീട്ടിൽ ഓരോ ഇഷ്യൂസായിട്ട് പോവുകയാണ്. അതേ സമയത്ത് ഒരു 3 times 3 പേര് വന്ന് 3 പേരും പോവുകയാണ്. അത് ഒക്കെ നടത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പ്രാർത്ഥിച്ചു. ഒരിക്കലും ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ അത് പിന്നീട് അത് ഷൂട്ട് ചെയ്തത്. സോ മനസ്സെന്ന് പറയുന്നത് ഒരു വീട്ടിനകത്ത് സന്തോഷമല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും. പാർവതിക്ക് അങ്ങനെയായിരുന്നു ഇങ്ങനത്തെ ഒരു സെറ്റ്? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിങ്ങനെ ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സിനിമ ഇത്രയും ഡാർക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ഇന്റൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിന്റെ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൊരു റിലീഫ് എങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഇനി പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ദാറ്റ് സ്ട്രഗ്ലിംഗ് ആർട്ടിസ്റ്റ് വിൽ ക്രിയേറ്റ് ഗുഡ് വർക്ക്. ഐ മീൻ മെത്തേഡ് ഐ സ്റ്റിൽ ലൈക്ക്, ഐ എം സോറി, അതിൽ നിന്ന് ഞാൻ കുറേ ദൂരമൊന്നും പോയില്ല. പക്ഷേ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട് ആസ്വദിച്ചതും ഒരുപാട് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള കാര്യം ഈസ് നമ്മൾ എത്ര റിലാക്സ് ചെയ്യുന്നോ, എത്ര നമ്മൾ സ്ട്രെസ് എടുക്കാതിരിക്കുന്നോ അത്രയും നമ്മൾ നല്ലോണം അഭിനയിക്കാൻ പറ്റും. അത്രയും ഇൻറ്റൻസ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ ചിരിച്ചിട്ട് പിന്നെ ഡീപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു മിഥ്യയാണ്. പക്ഷേ സിനിമയിലുള്ള ആ ഒരു ഫിസിക്കൽ ഡിസ്കംഫേർട്ട് ഡെഫിനറ്റ്ലി ഒരു ചാലഞ്ചായിരുന്നു. എനിക്ക് തോന്നുന്നു Day 1 എനിക്ക് ഈ കണ്ണിൽ ഇൻഫെക്ഷൻ ആയിരുന്നു. For 3 days you will notice Anju always has a little bit of a bulge here. അത് കണ്ടിന്യൂസ്ലി ഒരു 43 ദിവസം ആ ബൾജ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ബെറ്റർ ആയില്ല. പിന്നെ ഓരോ എയിൽമെൻറ്റ്സ്, ഫിസിക്കൽ എയിൽമെൻറ്റ്സ്, ചേച്ചി അമ്പലത്തിൽ പോയിട്ട് എനിക്ക് വന്നിട്ട് പൂജ ഇതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ബട്ട് ദ തിങ് ഈസ് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ അത് ചേൺ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു റിലീസില്ല. ഈ എല്ലാ സഫോക്കേഷനും ദാറ്റ് അഞ്ജു ഈസ് ഗോയിങ് ത്രൂ, ദർ ഇസ് നോ റിലീസ്. സോ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ഷൂട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ പിന്നെയും നമ്മൾ അതിലേക്ക് തന്നെ വരുമ്പം, ഇപ്പം ചേച്ചി നേരത്തെ പറഞ്ഞില്ല 1-2 ദിവസമല്ല, 40-43 ദിവസം നമ്മൾ പറയണേ. ആഫ്റ്റർ എ വൈൽ ഐ സോൺഡ് ഔട്ട്. ലൈക്ക്
മേ ബി ഇതാണോ ഇനി റിയാലിറ്റി എന്നുള്ള പോലെയൊക്കെ ആയിപ്പോവും. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ചാലഞ്ചിങ്. പക്ഷെ ഓൾസോ ഇങ്ങനത്തെ ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ ഫോഴ്സ്ഫുള്ളി ഒരു കോമിക് റിലീഫും അതും ഇതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് ദ സ്റ്റോറി ദാറ്റ് വി വോണ്ട് ടു ടെൽ. അപ്പോൾ ആ ഒരു വ്യക്തത ഉണ്ടായിരുന്നു. സോ നോ മാറ്റർ ഹൗ നെഗറ്റീവ്. നടുക്ക് ഇതുപോലത്തെ ഒരു ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നടുക്ക് ഒരാഴ്ച ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചിതിലോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇല്ല, ആക്ച്വലി സംടൈംസ് എ ബ്രേക്ക് ഹെൽപ്സ്. സംടൈംസ് എ ബ്രേക്ക് ഹെൽപ്സ്. ഇപ്പം നമ്മളുടെ ഇൻഡസ്ട്രി ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പാക്കപ്പ് എന്ന് പറയുന്ന ഒരു ബ്രേക്കപ്പിനേക്കാൾ വലിയ ദുരിതം പിടിച്ച കാര്യമാണ് ഒരു ഷെഡ്യൂൾ. ബിക്കോസ് ഇത്രയും ആൾക്കാരെ കൊണ്ടുവരികയും അവരെ ഒരാഴ്ചയോ 10 ദിവസമോ കഴിഞ്ഞ് ഇത്രയും പേരെയും വണ്ടി തിരിച്ച് അയക്കുകയും ചെയ്തിട്ട് വീണ്ടും അവരെ മുഴുവൻ ട്രാവൽ എക്സ്പെൻസ് കൊടുത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൊഡ്യൂസറുടെ ബുദ്ധിമുട്ട്. പിന്നെ എല്ലാവരും ഒരു 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 കഥയിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്ന സമയത്ത് ഡീവിയേറ്റ് ചെയ്താൽ എക്സ്പീരിയൻസ് അത്ര ഇല്ലാത്തവർ എല്ലാം ഫ്രഷായി പോകും. പല കണ്ടിന്യൂറ്റി നമ്മുടെ എനിക്കൊക്കെ കണ്ടിന്യൂറ്റി പ്രോബ്ലം. ഒരു ഷെഡ്യൂൾ നല്ല വണ്ണം കാണും, അല്ലെങ്കിൽ നല്ല മെലിഞ്ഞിട്ടായിരിക്കും വരുന്നത്. നേരെ വീട്ടിൽ പോയി വൃത്തിയായിട്ട് ആഹാരവും കഴിച്ചാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതിന് പിന്നെ ഒരു മൂഡ് സ്വിങ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉള്ളത് കൊണ്ട് അതത്ര പോസിബിലിറ്റി ഉള്ള കാര്യമല്ല. പിന്നെ ഓൾസോ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മൈൻഡ്ഫുൾ ആണ് നമ്മൾ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ. ഇതിൽ നമുക്ക് വെള്ളമുണ്ട്, ഇതൊക്കെ അവർ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഓരോ ലെവലിലുള്ള ഫ്ലഡും കാര്യങ്ങളും. അത് ഒരു റീക്രിയേറ്റ് ചെയ്യാൻ ഒന്നും കൂടെ ശ്രമിക്കുക എന്ന് പറയുന്നതൊക്കെ യു ബ്ലീഡ് മണി ഡൂയിങ് ദാറ്റ്. സോ ഇറ്റ് വാസൻറ്റ് എ പോസിബിലിറ്റി. ഉള്ളൊടുക്കൽ എന്തായാലും ഇതൊരു പോസിബിലിറ്റി അല്ലായിരുന്നു. ആൻഡ് മേ ബി ഇറ്റ് ഓൾസോ ബെനിഫിറ്റഡ് അസ്. പക്ഷേ അതിൻ്റെ നടുക്ക് നിൽക്കുന്ന സമയത്ത് യു ഓൾവേസ് ലൈക്ക് ഒരു ഹാഫ് ഡേ എനിക്ക് കുറച്ച് നേരം കൊടുക്കണം എന്ന് ഉറങ്ങിയിട്ടെന്ന്. അല്ല അതൊക്കെ അത് അങ്ങനെ ഫിസിക്കൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് അത് വളരെ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ഞാൻ ചെയ്ത ഈ ഒരു സിനിമയുള്ളൂ എനിക്ക് ഇത്രമാത്രം ഫിസിക്കലി സ്ട്രെയിനും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പലതരത്തിൽ നമ്മളെ വെള്ളത്തിൽ തന്നെ ഇത്രയും ദിവസം നിന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ സ്റ്റിൽ ഞാനത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഫലം ആ സിനിമ കണ്ട് നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങളതിൻ്റെയൊക്കെ നല്ല കാതലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ റിലീഫ് ആവുകയാണ്, അതിന് യൂസ് ഉണ്ടാവുന്നുണ്ടല്ലോ എന്നുള്ള. അല്ല പക്ഷേ സിനിമയിൽ നമ്മൾ ചില സിനിമയിലൊക്കെ ഇത്രയും ഈ മഴ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇത്രയും വെള്ളം എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴും അതിങ്ങനെ ആ സിനിമ കുറേ എഫേർട്ട് എടുത്ത് കാണിക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഭയങ്കര ചെറിയ കാര്യങ്ങളായിരിക്കും. മാമിൻ്റെ ഒരു സീൻ തന്നെ എന്തോ അടുക്കളയിൽ പോയിട്ട് എന്തോ എടുക്കണ ഒരു സീനോ അല്ലെങ്കിൽ എന്തോ അൽമാരിൽ നിന്ന് എന്തോ എടുക്കുമ്പോൾ തന്നെ അവിടെ വെള്ളം ഉള്ള കാര്യം ലീലാമ്മയ്ക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ് കുട്ടനാട്ടുകാർ. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം അവിടെ. ഒരു മഴക്കാലവും അവർ വലിയ മഹാസംഭവമായിട്ട് പറയാറുമില്ല, എടുക്കാറുമില്ല. കൃഷി നശിച്ചു പോവും. പലപ്പോഴും അരയ്ക്കപ്പോഴുള്ള എല്ലാ കൃഷിയും നശിച്ചു പോവും വെള്ളം കയറിയിട്ട്. ഫലവൃക്ഷങ്ങളെല്ലാം അകത്ത് വെള്ളം കയറി ചക്കയും മാങ്ങയൊക്കെ പ്രയോജനമില്ലാതെ വരും, മധുരമൊക്കെ പോകും അതിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ നാശനഷ്ടങ്ങൾ വരുന്നൊരു പ്രദേശമാണ്. പക്ഷേ അന്യദേശക്കാർക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ കാണാൻ താല്പര്യം അവർക്കില്ലല്ലോ. ഇത് ജലഗതാഗതം ഏറ്റവും സുഗമമായിട്ട് നടന്നിരുന്നൊരു നാടല്ലേ നമ്മുടെ. അപ്പോൾ നമ്മളതൊക്കെ വൃത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും പറയുകയാണ് പ്ലാസ്റ്റിക് ഉപ്പില്ലാത്ത ഒരു ജലാശയങ്ങളും ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ എങ്കിൽ പോലും അവരത്ര ലാഘവത്തോടെ അതിനെ എടുക്കൂ. അല്ലാതെ അയ്യോ വെള്ളം കാലിൽ കൊള്ളുന്നല്ലോ എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റത്തില്ല. അത് ഞാൻ യൂസ്ഡാണ് അവിടെ, ഒത്തിരി അറിയാതിനെ പറ്റി. അതൊരു കാര്യം. രണ്ടാമത് അതിലോട്ട് പോയിട്ട് അങ്ങനെയൊക്കെ ഒന്നും സ്റ്റൈല് കാണിക്കാൻ പറ്റുന്ന രണ്ട് ക്യാരക്ടേഴ്സ് അല്ല. ഇവരുടെ മനസ്സിനകത്ത് കിടക്കുന്ന തീയുണ്ടല്ലോ, ബാക്കിയൊന്നും ഇവരെ സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ്. ഒട്ടും കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഷൂട്ട് സമയത്ത് എനിക്ക് അങ്ങനെ വിളിച്ച് ചുരിദാറായിട്ടിരിക്കുന്നത്, ബ്രേക്ക് സമയത്ത് പോയിട്ട് ആ നനഞ്ഞത് റിമൂവ് ചെയ്തിട്ട് വേറൊരു സംഗതി ഇട്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞത് എടുത്ത് വെച്ചാൽ മതി, ഉണക്കി അയൺ ചെയ്തിട്ട്. എനിക്ക് ഈ സാരിയല്ലേ, ഈ ഈർപ്പം നനവോടുകൂടി ഇരുന്ന് ഹൗസ് ബോട്ടിലെ AC ഇരുന്ന് ആഹാരം കഴിച്ച് കോട്ടൺ സാരി മുഴുവൻ ഒട്ടും നടക്കാൻ പറ്റത്തില്ല നമുക്ക്. ഇതവിടെ പോയി ഇരുന്ന് പിഴിഞ്ഞ് അവിടെ ഇരുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വളരെ കാര്യമായിട്ട് സംസാരിച്ച് ആഹാരമൊക്കെ കഴിച്ചു. തിരിച്ചു വരുന്നു, വീണ്ടും നനയുന്നു. ഇതൊരു 10-15 ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ റൂമിൽ ചെന്ന് AC-ക്കകത്ത് കിടക്കുമ്പോൾ ഈ കാലൊക്കെ അതിൻ്റെ ഷേപ്പൊക്കെ മാറി. പക്ഷെ അതെല്ലാം ആ ബുദ്ധിമുട്ടുകളൊക്കെ വരും എല്ലാ നല്ല സിനിമകൾക്കും ആവശ്യം വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ്. അതൊരു ദുഃഖമായിട്ട് പറയുകയല്ല, എന്നാലും പറയുക. മാം ഇപ്പോൾ തന്നെ പറഞ്ഞ ഈ സിനിമേൻ്റെ ഒരു ഇതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ
പക്ഷേ പണ്ടൊക്കെ മാം ഒരു കൊല്ലം തന്നെ എത്ര 15-20 സിനിമയൊക്കെ ചെയ്തിട്ടുള്ള കാലങ്ങളില്ലേ? അപ്പോൾ ഒരു ദിവസം ഒരു സെറ്റ്, ചിലപ്പോൾ അടുത്ത ദിവസം ഒരു സെറ്റ്, ഒരു ദിവസം കോമഡി സീൻ, അടുത്ത ദിവസം ട്രാജഡി സീൻ. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് കുറച്ചും കൂടിയൊക്കെ മാമിൻ്റെ ഒരു സാവകാശം കിട്ടുന്നില്ലേ ഒരു ക്യാരക്ടറോട്ടുള്ളതൊക്കെ പറഞ്ഞു. ആ സമയത്ത് എങ്ങനെയാണ് മാം അതൊക്കെ ചെയ്തേ? ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഒരു ദിവസം ഒരു സീനും അടുത്ത ദിവസം വേറെ സീനും അല്ല. രാവിലെ ഒരു ഷൂട്ടിങ്ങിൽ വേറൊരു ക്യാരക്ടർ, ഉച്ചയ്ക്ക് ഒരു പടത്തിൽ വേറൊരു ക്യാരക്ടർ, വൈകിട്ട് ആലപ്പുഴ പോയി അവിടെ 2 പടത്തിൻ്റെ രണ്ടും 2 ക്യാരക്ടർ, ഒരെണ്ണം ഊമ ക്യാരക്ടറും ഒരെണ്ണം വാദോരാതെ സംസാരിക്കുന്ന ക്യാരക്ടറും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇവിടെ വരുമ്പോൾ അല്ല സത്യം. എനിക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ ആലോചിക്കും ഞാൻ. അങ്ങനെ എഴുതും. ഇങ്ങനെ വന്നിട്ട് നമുക്ക് അപ്പം ചെയ്യുന്ന ഇൻസ്റ്റൻ്റായിട്ട് ആ ക്യാമറ സ്റ്റാർട്ടിന് ചെയ്യുന്ന എന്താണോ അങ്ങനെയുള്ളൂ. ഒരു ദിവസം ഒരു സീൻ ഇട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തൊരു വളരെ സൗകര്യമായിരുന്നു. കഥയോ ക്യാരക്ടറോ ഒന്നും മുൻകൂട്ടി പറഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ചിരുന്ന ഡയറക്ടേഴ്സും ആയിരുന്നില്ല അന്ന്. സത്യേട്ടൻ മാത്രമേ ഉള്ളൂ വ്യക്തമായിട്ട് ഇതാണ് ഉർവശിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞെന്ന് ഞാൻ പടം ചെയ്തിട്ടുള്ളത്. മഴവിൽക്കാവടിയൊക്കെ ഉർവശി ഒരു 4-5 സീനും ഉർവശി ആയതുകൊണ്ട് ഒരു പാട്ടും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഉർവശി ചെയ്താൽ നന്നാവും തോന്നുന്നു പറഞ്ഞിട്ടാണ് ഞാൻ മഴവിൽക്കാടി പോയി ചെയ്യുന്നത്. അത് ആ ഡയറക്ടറോടുള്ള വിശ്വാസമാണ്, ഡയറക്ടർക്ക് എന്നോടുള്ള വിശ്വാസം. അപ്പോൾ അങ്ങനെ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. അപ്പം പല സിനിമകളിൽ സമയമില്ല നമുക്ക് അങ്ങനെയൊന്നും പ്രിപ്പയർ ചെയ്യാൻ. മലയാള സിനിമയിൽ ബഡ്ജറ്റും ഇല്ല, സമയവും ഇല്ല. 9 മുതൽ 6 മണി വരെയൊന്നും 9 മുതൽ 10 മണി വരെയൊന്നും ഒന്നുമില്ല. എടുത്തുകൊണ്ടേ ഇരിക്കുക. ആർക്കെങ്കിലും ഗ്യാപ്പ് വന്നാൽ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളുക. നോൺ AC അംബാസഡറിൽ പുറച്ചു മൂടി കിടന്ന് ഉറങ്ങുന്നതായിരുന്നു അന്നത്തെ പ്രധാന പരിപാടി. അതൊന്നും വേറെ ഓപ്ഷനില്ല. അതിപ്പോൾ എല്ലാ ആക്ടേഴ്സും അങ്ങനെയാണ്. ഞാൻ തമിഴിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ അന്തം വിടുകയാണ്. ഞാൻ തമിഴും തെലുങ്കും കന്നഡവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അഭിനയിക്കുന്നത്. അവിടെ കുറച്ചും കൂടി സുഖമാണെന്നോ? സുഖമാണെന്നല്ല, അവിടെ കുറേ കൂടെ എന്താ പറയുന്നത്, മെയിൻ ആർട്ടിസ്റ്റുകൾ, സീനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവർക്കെങ്കിലും നമുക്ക് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്നൊക്കെ പറയാം, ഒരു പരിധി വരെ. പിന്നെ എനിക്കൊന്നും അത്ര പ്രായം ഇല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടെ നൈറ്റ് വർക്ക് ചെയ്യണമെന്നൊക്കെ കമ്പൽ ചെയ്യാം. നമ്മൾ കോപ്പറേറ്റ് ചെയ്താൽ ഓക്കെ, പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും കുടുംബമായിട്ട് വളരെ അടുപ്പമുള്ളൂ, ആരോടും നോ പറയാനില്ല. പല പടങ്ങളും ഒരു ലൊക്കേഷനിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഡയറക്ടർ പറയും ഇവിടെ മറ്റന്നാൾ ഷൂട്ടിംഗ് ഉണ്ട് അവിടെ രാവിലെ 6 മണിക്ക് തുടങ്ങും, 8 മണിയാകുമ്പോഴെങ്കിലും അവിടെ നിൽക്കണേന്ന് പറയും. ഓ ശരി എന്ന് പറയും. വീട്ടിൽ വിളിച്ച് ചോദിക്കുമ്പോൾ ആ പറഞ്ഞിരുന്നു, ആ ശരി പറയുക പൊയ്ക്കോളുക. അവിടുന്ന് മാനേജർ വണ്ടിയും കൊണ്ടുവന്ന് നിൽക്കുക. ഒരു സീൻ കഴിയുമ്പം 2 സീൻ എടുത്തിട്ട് വിട്ടേക്കാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടും പിന്നെ അവർ തങ്ങളുടെ സംസാരമൊക്കെ. അങ്ങനെ ഒരു കാലഘട്ടം മുഴുവൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ ക്യാരക്ടർ എന്താ അതൊന്നും പറഞ്ഞുകൂടെ, എങ്ങനെയൊക്കെ ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു പോയി, അത്രേ ഉള്ളൂ. പക്ഷെ മാം ആ സമയത്തിനെ പറ്റി തന്നെ സംസാരിക്കുമ്പോൾ തന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയുക ഒരു നെഗറ്റീവ് ഡയലോഗ്സോ സീൻസൊക്കെ ഉള്ള ക്യാരക്ടർ അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ തന്നെ മാമിന് തോന്നുന്നുണ്ട് ഇത് കുറച്ചും കൂടി രസമാണ്. സാധാരണ അങ്ങനെയൊന്നുമില്ല. ഡയറക്ടർ ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ, അങ്ങനെ അതൊന്നുമില്ല. ഒരു കാര്യം മാത്രം പ്രാർത്ഥിക്കുന്നു, ഈ പടം നഷ്ടമാവല്ലേ, നഷ്ടം വരുത്തല്ലേ എന്ന് മാത്രം രാവിലെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങും. അല്ലാതെ ഇപ്പോൾ ക്യാരക്ടറിൻ്റെ പേര് കിട്ടൂ, ഇതങ്ങനെ കിട്ടൂ, ഇത് ഓക്കെ ആക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങൾ ഓക്കെ ആയിട്ട് അഭിനയിപ്പിച്ചോളുക, എനിക്കതിനകത്ത് വേറെ പങ്കൊന്നുമില്ല. അങ്ങനെയാണ്. പാർവതിക്ക് എങ്ങനെയാണ് ക്യാരക്ടറിന് കുറച്ചൊരു എന്താ പറയുക ഒരു ഇതുപോലത്തെ അല്ലേ ക്യാരക്ടറിലേക്ക് അഞ്ചു അങ്ങനെ നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടർ അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് ഒരു ഓ ദിസ് ഇസ് ഫൺ, ഐ കെൻ ഡിഗ് മൈ സെൽഫ് ഇൻ ടു ദിസ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അഞ്ജുവിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചധികം ഡിഗായി പോകുമെന്നുള്ള പേടിയേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, അതായത് ഞാൻ കടിച്ചാൽ പോവില്ല എന്നൊക്കെ എനിക്ക് തോന്നി. സത്യമായിട്ടും ഐ വാസ് ഭയങ്കര അണ്ടർ കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് ഈ കഥ വന്ന സമയത്ത്. കഥയിൽ ഒരു ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ ദിവസവും പോകുന്തോറും എന്തൊക്കെ തരത്തിലുള്ള ചാലഞ്ചസ് ഉണ്ടായാലും എന്താ പറയുക, അഞ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഒരുപാട് ഹമ്പിൾ ചെയ്തു എന്ന് പറയാം. അതായത് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള എന്തൊക്കെ ടെക്നീക്സ് ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ അതിങ്ങനെ വഴുതി പോകുമായിരുന്നു. അതുകൊണ്ട് എന്തായി എല്ലാ പ്രിപ്പറേഷനും അങ്ങ് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഒരു നമ്മളിങ്ങനെ ഞാനൊരു ബാഗുമായിട്ട് ഇങ്ങനെ വരും, സ്റ്റാൻസ്ലോസ്കി മിസ്നർ എന്താണ് ഏത് കോമ്പിനേഷൻ, നത്തിങ് വാസ് വർക്കിംഗ് ആൻഡ് അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് എനിക്ക്. കാര്യം അതെന്നെ ലിബറേറ്റ് ചെയ്തു ഒരുപാട് രീതിയിൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞത് ചേച്ചിനെ ഇരുത്തി പുകഴ്ത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അതും തെറ്റല്ല. ഇസ് ദാറ്റ് ഒരുപാട് പണ്ടൊക്കെ ഞാൻ അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പം
നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ മോക്കറി ആയിട്ടൊക്കെ ആയിരിക്കും. മോക്കറി ആയിട്ടാണ് നമ്മളോട് പറയുക. അല്ല എങ്ങനെയാന്ന് വെച്ചാൽ കളിയാക്കിയിട്ടായിരിക്കും ഓ ക്യാരക്ടറായിട്ടാണല്ലേ പറഞ്ഞിരിക്കുന്നത്, ആ ശരി എന്ന് പറഞ്ഞിട്ട് പോകും. നമ്മളെന്താ വെച്ചാൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് അല്ല അത്. ഞാൻ ചേച്ചി ചെയ്ത് കണ്ടാണ് ഞാൻ പഠിക്കുന്നത്. അതേപോലെ ഒരിക്കലും വേറെ ഒരു ആക്ടറിനെയും ചേച്ചി എങ്ങനെയാണ് അവരുടെ കൂടെ അവർ ചെയ്യുന്ന രീതിയും അതുമായിട്ട് പൊരുത്തപ്പെട്ടാണ് ചേച്ചി പോകുന്നത്. അതല്ലാതെ അതൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഒരിക്കലും ഐ ഹാവ് നെവർ സീൻ ഹർ ബിഹേവ് ലൈക്ക് ദാറ്റ്. അത് ഷീസ് എ സീനിയർ, ഷീസ് ഡെക്കേഡ്സ് അണ്ടർ ഹെർ ബെൽറ്റ് അല്ലേ. അപ്പം അതെന്നെ വളരെ ഒരുപാട് ലെവലിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളൊഴുക്ക് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ തന്നെ ഒരു വ്യക്തിയാണ് ആ സിനിമയിലൊക്കെ. അത് വളരെയധികം എന്നെ ലിബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നേരെ പോയിട്ട് തങ്കലാനിലാണ്. എനിക്ക് തോന്നിയ ഒരുപാട് രീതിയിൽ ഞാൻ പോലും എൻ്റെ മനസ്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇൻറ്റേർണൽ ഷാക്കിൾസ് ഒക്കെ ബ്രേക്കായി. സോ ഇൻഹിബിഷനൊന്നും ഇല്ലാതെ ജോയ്ഫുള്ളായിട്ട് പല കാര്യങ്ങളും, പിന്നെ ഒന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നിൽക്കുക, അങ്ങനത്തിലേക്കൊക്കെ കുറേ എനിക്ക് കണ്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ളൊരു ക്യാരക്ടർ. പക്ഷെ തുടക്കത്തിൽ എൻ്റെ പേടിൻ്റെ കാരണം ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നു. ശരിയായിട്ട് വരൂ, നമ്മൾ കുറച്ച് നമ്മുടെ മൂഡ് പോവോ, ആ മൂഡ് പോയി കഴിഞ്ഞാൽ അത് എനിക്ക് പിന്നെ അഭിനയം വരുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് യൂസ്ഡ് ആയത് എന്തുകൊണ്ടാണെന്നറിയാവോ? ചേട്ടാ നമുക്ക് പ്രായവും ഇല്ല പക്വതയും ഇല്ല, നമ്മളെ അങ്ങനെ ഒരാളായിട്ട് ആരും അംഗീകരിച്ചിട്ടുമില്ല. മോളെ പൊടിമോളെ എന്നൊക്കെ വിളിച്ച് പെരുമാറുന്നതല്ലാതെ ഹീറോയിനെ വിളിക്കുന്നൊന്നും തമിഴി പറയുന്ന പോലൊന്നും ആരും ഇവിടെ വിളിച്ചിട്ടില്ല. ആ കൊച്ചിനെ വിളിച്ചേ അവിടെ എവിടെയെങ്കിലും ഉറങ്ങായിരിക്കും, ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പം നമുക്ക് ഗൗരവപ്പെടാൻ സാധ്യതയില്ല. പറയുന്നത് എന്താ വെച്ചാൽ ചെയ്യുക, അടുത്ത് ഉറങ്ങാനുള്ള സ്ഥലം നോക്കി വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെന്താണ് ഉച്ചയ്ക്ക് വിശക്കുമ്പം പ്രൊഡക്ഷൻ ആൾക്കാരത്ത് പറഞ്ഞ് ഒരു പാത്രത്തിനകത്ത് ചോറൊക്കെ ഇട്ട് സ്പൂണിട്ട് ഒളിച്ചു കൊണ്ടുവരാൻ പറയുക, കുടയ്ക്കകത്ത് നിന്നുകൊണ്ട് കത്തി കഴിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഗൗരവതരമായ കാര്യങ്ങൾ. ബാക്കി ഓക്കെ ആക്കുന്നത് ഡയറക്ടർ ഓക്കെ ആക്കുക, അവരുടെ ഡ്യൂട്ടി. അവർ നന്നാക്കി എടുത്തു എന്ന് വേണം പറയാൻ. തള്ളിയിട്ടപ്പോൾ നീന്താൻ പഠിച്ചു അത്രേ ഉള്ളൂ. തള്ളിയിട്ടപ്പോൾ ഞാൻ നീന്താൻ പഠിച്ചില്ല, അവർ നീന്തി ഇതിനെ രക്ഷപ്പെടുത്തി വേണ്ടി കൊണ്ടുവരണം. ഞാൻ നീന്താ ഇതുവരെ പഠിച്ചിട്ടില്ല. ആരെന്നെ തള്ളിയിട്ട ആൾക്കാരെല്ലാം കൂടെ ആൾക്കാരെ എന്നെ എടുത്ത് കൊണ്ടുവന്ന് സേഫ്റ്റി ആയിട്ട് കൊണ്ടുവന്ന് എത്തിക്കും. കുറച്ച് ലൈറ്റായിട്ട് ചോദിക്കട്ടെ. അപ്പം പാർവതിക്ക് ഉർവശി മാമിൻ്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? അതും സിനിമ ബിഫോർ യു ബിക്കേം ആൻ ആക്ട്രസ് ആൻഡ് ആഫ്റ്റർ യു ബിക്കേം ആൻ ആക്ട്രസ്, അതിലെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എനിക്ക് ചേച്ചി തുടക്കം മുതൽ അഭിനയിച്ചിട്ടുള്ള പല ക്യാരക്ടേഴ്സിനെ പറ്റി വേണമെങ്കിൽ ഐ ക്യാൻ സ്റ്റിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ എനിക്കിപ്പോൾ അടുത്ത് ഞാൻ JBB കണ്ടു. ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടില്ല JBBനെ പറ്റിയിട്ട്. കാര്യം അതെന്നെ ഇല്ലാതാക്കി ആ സിനിമ, ചേച്ചിയുടെ അഭിനയം. കാര്യം എത്രത്തോളം എന്ത് ടെക്നീക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചേച്ചി ഹെൽപ്ലെസ് ആയിട്ട് നോക്കി നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്. എനിക്കതിപ്പോൾ പറയുമ്പോഴും എനിക്കൊക്കെ കരച്ചിൽ വരും. പക്ഷെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് JBB എന്ന് പറഞ്ഞ കഥാപാത്രം ഞാനുമായിട്ട് കണക്റ്റ് ആവുന്നതെന്നാണ്. ഞാൻ അത് അറിഞ്ഞിട്ടില്ല. അങ്ങനെയൊരു ലൈഫ് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പം എനിക്ക് ഒരുപാട് ഹോപ്പ് തരുന്ന സംഭവം എന്താ അറിയോ? ഐ ഹോപ്പ് ഐ ക്യാൻ ബി ലൈക്ക് ഹർ. ഐ ഹോപ്പ് എനിക്ക് ആ ഇന്നസെൻസ് നഷ്ടപ്പെടാതെ, ഈ ജോലിനോടുള്ള ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടാതെ. ഇറ്റ് മേക്ക് മീ വെരി ഇമോഷണൽ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഇതാണോ ലൈറ്റായിട്ട് ചോദിച്ചത്? ഓക്കെ, തമാശ രീതിയിൽ ഞാൻ ഹൈലി ഇമോഷണൽ ഫിലിമാണ് കേട്ടോ. ഞാൻ ഇതുപോലെ കുറേ പെട്ടെന്ന് റിജക്ട് ചെയ്തു, 2 വർഷം റിജക്ട് ചെയ്ത വരും. കാരണം ബിക്കോസ് ഓഫ് ദറ്റ് ഇമോഷൻ. ആൻഡ് 65 years ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് വിശ്വാസമില്ല. എൻ്റെ മൂവ്മെൻറ്റും സംസാരമൊക്കെ സ്പീഡാണ്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാനങ്ങനെ ക്ഷീണിച്ച് എങ്ങനെ നടക്കണം എങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. എൻ്റെ നടപ്പും കൈയെടുക്കുന്നതും കാര്യങ്ങളൊക്കെ കുറച്ച് ചടുലമാണ്. ഇത് ഈ ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഇങ്ങനെ കുറയ്ക്കും. ഞാൻ പറഞ്ഞു അയ്യോ അത് പാളിപ്പോവും, നിങ്ങൾ നല്ല ആർട്ടിസ്റ്റ് ആരെങ്കിലും ഇടും. പിന്നെയും ആ ഡയറക്ടർ സുരേഷ്, മാഡം പ്ലീസ് മാഡം പറഞ്ഞ് അവസാനം ഞാൻ എന്നെപ്പോലെ ഞാൻ ചെയ്യുള്ളൂ. മതി മാഡം, ഞങ്ങൾക്ക് വേണ്ടി ഇത്തിരി നര മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും മാഡം ചെയ്യണ്ട. ഇവിടെയൊക്കെ ഇത്തിരി കറുപ്പ് മേക്കപ്പ് നിങ്ങൾ എന്തുവേണോ ചെയ്തോ, എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണേ, അങ്ങനെ കൈയാക്കി പ്രായമുള്ളവരെ പോലും ഇങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താട്ടോ അത്. പക്ഷെ അത് ഓരോ ദിവസം കൂടുന്തോറും ഈ പറഞ്ഞ പോലെ പടം കണ്ടവരെല്ലാവരും ഇമോഷണലി ഭയങ്കരമായിട്ടങ്ങ്. അപ്പോൾ ചേച്ചി JBBയിൽ അഭിനയിച്ചിട്ടുള്ളത് ഒരു വശം. പക്ഷേ ഇപ്പം നമുക്കറിയാം റേഞ്ചിൻ്റെ ഷീ ഈസ് ദ ക്വീൻ ഓഫ് റേഞ്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ് കോമഡി ആക്ഷനൊക്കെ ചെയ്യണത്. പക്ഷേ എനിക്ക് കിട്ടുന്ന എപ്പോഴും ഡ്രാമയാണ്. പക്ഷേ എന്നാൽ പോലും ഇഫ് യു ലുക്ക് അറ്റ് ഹർ പെർഫോമൻസ് ഇൻ മാളൂട്ടി, അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ, ഇപ്പോൾ എനിക്കൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വിൽ ട്രൈ ടു മേക്ക് ദം സ്ട്രോങ്.
കുറച്ചൊരു സ്ട്രെങ്ത് എവിടെയെങ്കിലും കൊണ്ടുവരാനുള്ളൂ സബ് കോൺഷ്യസ്ലി എങ്കിലും എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും മാലൂട്ടിയിലെ ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ചേച്ചിട്ട് എങ്ങനെ ഇത്രയും സോഫ്റ്റായിട്ട് ഫുൾ ടൈം സോഫ്റ്റാണ്, ആ സോഫ്റ്റ്നെസ്സിൽ നിന്നിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. സോ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ജോൺറ സ്കിപ്പിംഗ്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുമ്പം അതിനോട് സത്യസന്ധത പുലർത്തി അത് ഭയങ്കരമായിട്ട് അപ്പോഴും കുറ്റം മറിച്ചിലല്ല, അപ്പോഴും വിരൽ ചൂടലില്ല. സോ ആ എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ പക്ഷെ ഈവൻ പ്രണയം, ഹസ്ബൻഡിനോടുള്ള സ്നേഹം, അതൊക്കെയാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ചിലപ്പോൾ എക്സ്ട്രീം ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കരയുന്നതും ദേഷ്യം പിടിക്കുന്നതും ഗ്രീഫൊക്കെയാണ് സംസാരിക്കുന്നത്. ചേച്ചി പ്രണയം കാണിച്ചത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോലും ബ്ലഷ് ചെയ്യും. ലൈക്ക് സോ എനിക്ക് ആ രീതിയിൽ ആലോചിക്കുമ്പോൾ ഐ റിയലി ആസ്പയർ ലൈക്ക് ദാറ്റ്. പക്ഷെ കൊച്ചെ ജയറാം ഞാൻ കിരീടം കൊടുക്കണം. ഇവിടം വരെ നഖം വളർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇവൻ കൂടുതൽ ക്ലോസ് ആകുമ്പോൾ ഈ നഖം കൊണ്ട് ഈ 6-ാം മലി ഞാൻ കുത്തും. ഇങ്ങനെ സീൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടോട്ട് പറപ്പൊടി എന്നെ കുത്താതായിട്ട് പറയും. അപ്പോൾ നീ സീൻ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ജയറാമിൻ്റെ സജഷനിൽ ഞാനോട് പറഞ്ഞുകൊണ്ടിരിക്കാം, കൂടുതൽ അടുത്തോട്ടൊന്നും എന്നെ കുത്തി കൊല്ലി. ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം. ഈ 2 ഭാഗത്തും ഈ 6-ാം മലി കുത്തി. ഇപ്പൊ ചോദിച്ചാലും പറ, അതാണ് റിമി ടോമി എന്നോട് ചോദിച്ചത്, ആ പ്രണയം ചേച്ചിയുടെ ഞാൻ പറയാം എന്തുവാടി എന്തിനാ തുമ്മുന്ന എന്തോ തന്നെ നീ അല്ല ആ പ്രണയം കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഞാൻ ഒത്തിരി ചീത്ത പറഞ്ഞു. കാരണം അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇൻഹിബിഷനുള്ള ചില സംഗതികളാണ്, അതൊക്കെ ക്ലോസ് ആണ്. അപ്പൊ ഞാൻ ഈ ആക്ടേഴ്സിനെ ഉപദ്രവിക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും വിരോധം തോന്നി അഭിനയിക്കണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ആ സ്റ്റോറിയൊക്കെ ഇപ്പൊ ഇത്രയും ഓർമ്മിച്ച് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മളൊന്നും അത്ര അതിന് പറഞ്ഞ് ചെയ്യുന്നല്ലാതെ സ്പീഡ് ചെയ്ത് പോയെന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോ മാമിന്റെ ഏകദേശം ഒരു ഹീറോനായിട്ട് വന്നിട്ട് 41-ാമത്തെ വർഷം അല്ലെ ഹീറോനായിട്ട് വന്നിട്ട്. അപ്പോൾ ഇത്രയും കാലം എത്രയോ കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവില്ലേ, ഈ ടെക്നോളജി മാറിയിട്ടുണ്ട്. ഇപ്പോൾ മാം പറഞ്ഞ പോലെ സിംഗ് സൗണ്ടിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. മാമിന് ആക്ടിങ്ങിന്റെ ഒരു സുഖത്തിന് ഏറ്റവും നല്ല ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും സിംഗ് സൗണ്ട് ഒരു വലിയ സപ്പോർട്ടാണ് എന്നെ സംബന്ധിച്ച്. കാരണം നമ്മൾ അഭിനയിക്കുമ്പം നമുക്കുണ്ടാവുന്ന ഒരു ഇമോഷൻ, നമ്മുടെ കൈ ഹെൽപ്പ് ചെയ്യുന്നു, കാല് ഹെൽപ്പ് ചെയ്യുന്നു, ബോഡി ഹെൽപ്പ് ചെയ്യുന്നു. ഡബ്ബിങ്ങിൻ്റെ ഒരു മൈക്കിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്നിട്ട് ഈ ഇമോഷൻ മുഴുവൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു കൃത്രിമത്വം എവിടെയോ വരുന്നുണ്ട്. പിന്നെ പലതും നമ്മൾ ഈ ഭയങ്കര എന്താ പറയുന്നത്, ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ നടുക്ക് ഇങ്ങനെ നിന്നിട്ട് വെള്ളത്തിൽ നിന്നിട്ട് നമ്മൾ ഉറക്കെ കരയുന്ന നമ്മുടെ ഒരു ഏങ്ങൽ ശബ്ദം ഉണ്ടല്ലോ, ഡബ്ബിംഗ് തിയേറ്ററിൽ ഈ കിണറ്റിനകത്ത് നിന്ന് വരുന്നത് പോലെ ശബ്ദം പോലെ ചിലപ്പോൾ. പക്ഷെ ഇപ്പോൾ ടെക്നോളജി കുറേ കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാലും എങ്ങനെ നമുക്ക് ഇത്രയും അകലെ ആ തേങ്ങൽ കേൾക്കാനൊക്കെ? അത് നമ്മുടെ തൊട്ടടുത്തുള്ള മൈക്കിൽ ആ ഇമോഷൻ വരുമ്പോഴുള്ള ഒരു സംഗതി ഇതായിരുന്നല്ലോ. ഞാനൊക്കെ സിനിമ വരുന്നതിന് മുമ്പ്, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമ അതായിരുന്നല്ലോ. അന്നൊക്കെ ലാംഗ്വേജ് എല്ലാവരും പഠിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് എല്ലാം മൾട്ടി ലാംഗ്വേജ് അറിയാവുന്ന ആർട്ടിസ്റ്റുകളായിരുന്നുള്ളവര്. ഒരു റൂമിൽ ഡബ് ചെയ്യുമായിരുന്നു ചേച്ചി? ഏതാ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം ഒരു സീനിലുള്ള അതെ, അത് കഴിഞ്ഞ് ഡബിങ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ലൂപ്പ് സിസ്റ്റം ആയി. അപ്പോൾ എന്താ വെച്ചാൽ കോമ്പിനേഷൻ സീൻസിന് 2 മൈക്കിൽ 2 ആർട്ടിസ്റ്റുകൾ നിൽക്കും. ചിലത് കൺവീനിയൻ്റ് ആവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്താ ഡയലോഗ്സ് പറയും. അല്ലെങ്കിൽ ഇപ്പം പിന്നെ പാർവതി പറയുമ്പോൾ ഞാൻ ഉടനെ തന്നെ അയ്യോ അങ്ങനെ എല്ലാം ഓവർലാപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഡബ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റർ കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി വന്നു, ആ സിസ്റ്റങ്ങളൊക്കെ മാറി വന്നു. സോ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ലോ. ആ മാറ്റങ്ങൾ നമ്മുടെ ഉള്ളം കയ്യിൽ ലോകത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്നൊരു സംഗതി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചോ? നമുക്കത് ചോദ്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഉത്തരം നമ്മുടെ കയ്യിൽ ഇരിക്കുകയല്ലേ. അപ്പോൾ ഞാനൊന്നും നോക്കാറില്ല, അത് വേറെ കാര്യം. ഞാൻ വിളിക്കുകയും വയ്ക്കുകയും മാത്രമേ ഉള്ളൂ. അതൊക്കെ എൻ്റെ മക്കളൊക്കെ വേണം എടുക്കാൻ. പറയുകയാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ സിനിമയ്ക്കും ഉണ്ടാവും. സമൂഹത്തിലെ മാറ്റങ്ങളല്ലേ സിനിമയെ കാണിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കാലത്തിന് മുമ്പുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞ് 1974 എന്നൊക്കെ എഴുതി കാണിച്ചിട്ടില്ലേ ചെയ്യാൻ പറ്റൂ. ആ നാച്ചുറലായിട്ടുള്ള മാറ്റം ലോകത്തിനുണ്ടായത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതൊരു പുഴ ഒഴുകുന്ന പോലെ അങ്ങ് നടന്നു. അതിനൊപ്പം ഞാനും നടന്നു. ഞാനെപ്പോഴാണ് വീട്ടിൽ ഇരുന്നിട്ടുള്ള മലയാളത്തിലൊരു ഗ്യാപ്പ് എടുത്താൽ ഞാൻ തമിഴിലുണ്ടാവും, അല്ലെ തെലുങ്കിലുണ്ടാവും, കന്നഡത്തിലുണ്ടാവും. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തില്ല. ഞാൻ ആകപ്പാടെ വീട്ടിൽ കുറേ റെസ്റ്റ് എടുത്തു എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ സമയത്താണ്, അല്ലാതെ പറയാനില്ല. ഇപ്പം ഞാൻ ബോധപൂർവ്വം എടുക്കുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ സമയത്ത് എൻ്റെ മക്കൾ, എൻ്റെ മോളും മോനും അവർക്ക് കളിക്കണം, അവരുമായിട്ട് ഷോപ്പ് ചെയ്യാൻ പോകണം, അവരുമായിട്ടൊക്കെ പോകണമെന്നുള്ളതിന് വേണ്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ മോൻ ജനിച്ചതിന് ശേഷം ഞാൻ ബോധപൂർവ്വം എടുക്കുന്നുണ്ട്, വെക്കേഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ സിനിമയിലുള്ളപ്പം
ഓരോരുത്തരും സിനിമയിലേക്ക് കടന്നു വന്നു. 2005 ഞാൻ അച്ഛൻ്റെ അമ്മ വന്നപ്പോൾ നോട്ട് ബുക്കിൽ കൂടെ ഇവളും വന്നു. അപ്പം മുതലേ എനിക്ക് മാത്രമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മോള് ഇതിന് ശേഷം ആ സിനിമയിലൂടെയാണ് വരുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും പാർവതി എനിക്ക് നോട്ട്ബുക്കാണ്. റോഷൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും അതാണ്. സഞ്ജയ് ബാബയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റും അതാണ്. നല്ല, കാരണം ഞാൻ ആ ഏജ് കടന്നു വന്നതാണ്. എനിക്കത് മനസ്സിലാവും നല്ലോണം. എൻ്റെ ഫ്രണ്ട്സിനെ മിസ് ചെയ്തല്ലോ എന്ന് കുറച്ച് വർഷം ഞാൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തതാണ്. സോ എനിക്കത് നല്ലോണം മനസ്സിലായ സിനിമ. എങ്ങനെ ഒരു പുതിയ സംവിധായകൻ ഈ ഏജിലുള്ള പെൺകുട്ടികളുടെ ഹൃദയം അറിഞ്ഞ് ഒരു സിനിമ എടുത്തു എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ അയാളെ കണ്ടിട്ടില്ല ഇതുവരെ, റോഷനെ. സഞ്ജയ് ബോബയെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും അവരെ കണ്ടാൽ അവരോട് പറയേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അവർ നല്ല റൈറ്റേഴ്സാണല്ലോ അവർ. അപ്പോൾ അത്രയും നല്ലൊരു സ്ക്രിപ്റ്റ്, അതിന് ശേഷം വന്ന ഒരു സ്ക്രിപ്റ്റും എനിക്ക് അവരുടെ ആ സിനിമ പോലെയോ ആ സ്ക്രിപ്റ്റ് പോലെയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, ആ കോമ്പിനേഷൻ ഫ്രണ്ട്സും അതിന് മറന്നിട്ടില്ല അവരെ ഒന്നും ഞാൻ. അതുകൊണ്ടാണ്. അപ്പോൾ അന്ന് പോലെ എനിക്കറിയാം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് ഈ കുട്ടിക്ക് ഇത്രയും ഗൗരവം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യും ഈ തലമുറയിൽ പലരും പാഷനോടുകൂടി വരുന്നവരടുത്ത് ഞാനിതിൻ്റെ വാല്യൂ ഒക്കെ അറിഞ്ഞത് എത്രയോ സിനിമയ്ക്ക് ശേഷം എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടും. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള മലയാളത്തിലെ ഗ്രേറ്റ് ആക്ടേഴ്സൊക്കെ ഒരു ഡയലോഗ് 4-5 സ്ലാങ്ങിൽ പറഞ്ഞു നോക്കുക, അതിനെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ല അതിൻ്റെ വാല്യൂ അറിഞ്ഞ സിനിമ വന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. I wish we could talk more. Thank you so much and thanks so much for this wonderful film. അല്ലേ, എല്ലാവരും കൂടെ കാണട്ടെ സിനിമ. തീർച്ചയായിട്ടും ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ബോറടിക്കാത്ത നല്ലൊരു സിനിമയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്നെ ഡാർക്ക് ഫിലിം എന്ന് പറയില്ല. ബട്ട് ഡാർക്ക് സംതിങ് ഡിഫറെൻറ്റ്. ലൈക്ക് ഇപ്പം വെട്ടും കുത്തും കൊലപാതകവും ഈ കണ്ടിന്യൂസ് ആയിട്ട് ചില കൊച്ചുകുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന സിനിമകൾ കുറേ വരുന്നുണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങൾ കുട്ടികളുടെ മനസ്സിൽ എന്തുമാത്രം വേദന ഉണ്ടാക്കുമെന്നുള്ളത് അത്തരം സിനിമകൾ നല്ല ഒരു മോട്ടിവേഷനോടുകൂടി എടുക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ കുട്ടികളുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതെന്താ ചെയ്തേ, എന്തിനാ കുട്ടി കരയുന്നത്, എന്തിനാ അവരുടെ അമ്മ കരയുന്നത്, അപ്പം അവരുടെ മനസ്സിൽ എവിടെയൊക്കെ ഒരു ചെറിയ ആഘാതം വരുത്തില്ല. സോ വല്ലപ്പോഴും ഒരു സിനിമ അങ്ങനെ ആവാമെന്നല്ലാതെ അത്തരം സിനിമകളൊക്കെ കുറവ് ഡാർക്ക് ഫിലിംസ്, ഇതൊക്കെ ഡാർക്ക് ഫിലിംസാണ്. ഇത് ഡാർക്കല്ല, ഹൈലി ഇമോഷണൽ ഫിലിം. ഒരു കുടുംബത്തിനകത്തുള്ള ഈ ഇമോഷൻസ് ഈ ജനറേഷൻ മനസ്സിലാക്കേണ്ടത് വലിയൊരു കാര്യമാണ്. താങ്ക്സ് ടു ക്രിസ്റ്റോ, താങ്ക്സ് ടു RSVP, ഞങ്ങളുടെ എഡിറ്ററും ഞങ്ങളുടെ ക്യാമറാമാൻ, ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ, ഇവർക്ക് ഞങ്ങളുടെ പ്രഷ്യസ് കാര്യങ്ങളാണ് ഈ സിനിമയിൽ. അവർക്കൊക്കെ ഞാൻ താങ്ക്സ് പറയും. താങ്ക് യു വിശാൽ.